പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നം പടികടന്നെത്തുന്ന ദിവസമാണ് ഓണം. കഥയിലെ രാജാവ് ഓലക്കുടയും കുടവയറും സ്നേഹത്തിന്റെ മൃദു മന്ദഹാസവുമായി സങ്കല്പ വഴിയിലൂടെ നമ്മെ കാണാനെത്തുകയാണ്. നമുക്ക് ഏറ്റവും പരിചിതമായ ആ ഐതിഹ്യ കാലത്ത് മലയാള നാട്ടിലുണ്ടായിരുന്നതെല്ലാം ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സംഗീതം കേൾക്കുന്നതായിരുന്നു. നമ്മൾ മലയാളികൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓണത്തിന് വരവാൻ ഒരുക്കം തുടങ്ങുന്നു. പൂക്കളം ഒരുക്കിയാണ് ഓണത്തെ നമ്മളെല്ലാവരും വരവേൽക്കുന്നത്. തൊടികളിൽ വിടർന്ന മുക്കുറ്റിയുടെയും തുമ്പയുടെയും പൂവരത്താണ് നടുമുറ്റങ്ങളിൽ നമ്മൾ പൂക്കളം തീർത്തിരുന്നത്. ഓണക്കളിയുടെയും തിരുവാതിരക്കളിയുടെയും പുലികളിയുടെയും ഊഞ്ഞാലാട്ടത്തിൻ്റെയും സ്മരണ ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരിലും ഗൃഹാതുരത്വം ഉണർത്തുന്നു. ആണ്ടിലൊരിക്കൽ മാത്രം പുതുമ മടക്കുന്ന ഓണക്കോട്ടുകൾ അണിയുകയും നിറവായ സ്വപ്നം കണ്ട് ഒരാണ്ട് മുഴുവൻ ഓണത്തിനായി കാത്തിരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇന്ന് അതൊന്നുമല്ല മലയാളം. ഉയർന്ന സാക്ഷരതയും മാറിയ സംസ്കാരവും തൊഴിലെടുക്കുവാനുള്ള ഉത്സാഹവും ചേർന്ന് മലയാളി ഇന്ന് മറ്റാരേക്കാളും മുൻപന്തിയിലാണ്. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഗൃഹാതുരത്വം തുളുമ്പുന്ന മധുരമായ ആഘോഷമാണ് ഓണം. ഞൊടിയിടെയും തൂക്കളം കൊടുത്തും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നമ്മൾ പ്രവാസികൾ ഓണത്തെ മലയാളികളോട് വരവേൽക്കുന്നു. എന്നാലും നമ്മൾ പണ്ട് അനുഭവിച്ച ഓണത്തിന്റെ വില അത് നഷ്ടപ്പെടുമ്പോഴേ അറിയും. ഊഞ്ഞാലും പൂത്തുമ്പയും ചൂച്ചിനിടയിൽ നമ്മുടെ അമ്മമാർ വിളമ്പിയ ഓണസദ്യയും പകരുന്ന ഓർമ്മകളാണ് ഇന്ന് ഉണ്ണുന്ന ഓണത്തെക്കാൾ എത്രയോ രുചിയുണ്ടായിരുന്നു അല്ലേ? കേരളത്തില് 200ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി മാസ്കോൺ എന്ന മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണം, ക്രിസ്മസ് എന്നിവ ആഘോഷിക്കുകയുണ്ടായി. കേരള സന്ദർശനത്തിന് ശേഷം ഇന്നേ ദിവസം മഹാബലി തമ്പുരാൻ ഇവിടെയും എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ വിവിധ പരിപാടികളിലൂടെ നമുക്കേവർക്കും വരവേൽക്കാം. പരിപാടികളും നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. ഇന്നിവിടെ എന്റെ ശബ്ദയോടുകൂടി നമുക്ക് ആരംഭിക്കാം.